ഡോക്ടറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഡോക്ടറെ നമ്മുടെ അന്നത്തെ വീഡിയോ, അതായത് ഷുഗർ കട്ട് ചെയ്യുക, പഞ്ചസാര ഒഴിവാക്കിയിട്ടുള്ള നിങ്ങളുടെ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് ഭയങ്കരമായി കത്തി. ഒരുപാട് പേര് അത് ഫോളോ ചെയ്ത്, അത് മാത്രമല്ല ഒരുപാട് പേർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു. ഡോക്ടർ ഇപ്പോഴും അത് ഫോളോ ചെയ്യേണ്ടി തോന്നുന്നു അല്ലേ? നിങ്ങൾ നല്ല മെലിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫോളോ ചെയ്യേണ്ടത് അത് ഇപ്പോഴും. ഞാൻ ശരിക്കും എന്താ പറയുക, ഒരു 3 മാസം ഫോളോ ചെയ്തു, നന്നായി കുറഞ്ഞു. പക്ഷെ ആ നോമ്പ് വന്ന സമയത്ത് കുറച്ച് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ എല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ പോയ തടിയൊക്കെ അതേമാതിരി തിരിച്ചിങ്ങോട്ട് വരികയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ മഴക്കാലവും കാര്യങ്ങളൊക്കെ അല്ലേ, കുട്ടികളൊക്കെ അടിപൊളിയായി കളിക്കണം. ഇതൊക്കെ ഈ മഴക്കാല സമയത്ത് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവലുണ്ട്. അപ്പം മഴക്കാലത്ത് ഉണ്ടാവുന്ന കോമൺ ആയിട്ട് പൊതുവേ ഉണ്ടാവുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് അസുഖങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പൊ നോർമലി ആളുകൾ വന്ന് പറയുന്ന ഒന്നാണ് നമുക്ക് വാദം ഉണ്ട് എന്ന് പറയല്. ഈ തണുപ്പാകുമ്പോൾ മഴ തുടങ്ങിയപ്പോൾ മുട്ടുവേദന, കാലുവേദന, സന്ധിവേദന, ചെറിയ ജോയിന്റ്സിൽ വേദന എന്നൊക്കെ പറയലുണ്ട്. പൊതുവെ നമ്മളെ ആളുകൾക്കിടയിൽ വാദം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു അസുഖം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഡോക്ടർമാർക്ക് അത് കുറേ തരം തിരിച്ച അസുഖങ്ങളാണ്. അത് നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ നമ്മൾ വേലി തന്നെ വിളവ് തിന്നാന്ന് പറയില്ലേ, നമ്മളെ ശരീരത്തിലുള്ള പ്രതിരോധിക്കാനുള്ള സാധ്യതകൾ തിരിഞ്ഞു കൊത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ഈ വാദം എന്ന് പറയുന്നത്. ഈ വാദം എന്ന് പറയുന്നത് അതാണ്. എന്താണ് അങ്ങനെ പറയുന്നത്? വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ നേരെ തിരിഞ്ഞിട്ട് നമ്മളെ ശരീരത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുണ്ടാവും. അങ്ങനെ നമ്മൾ ഡോക്ടേഴ്സ് സന്ധിവാദം, മാമവാദം, ഗൗട്ട്, നടുവേദന അതൊക്കെ പറയും. പക്ഷെ പൊതുവെ ആളുകൾക്ക് എല്ലാം ഒരു വേദനയാണ്. ഡോക്ടറെ, ഈ വാദത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ എല്ലാവരും നമ്മളോട് പറയാം, ചിലപ്പോൾ മൊയിനുക്കാക്കടക്കം നമ്മൾ സഫർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു കാര്യമാവും, എല്ലാ ജോയിന്റ്സിലും വേദന, ശരീരത്തിലാകെ നീർക്കെട്ട്, എവിടുന്നാണ് വേദന എന്ന് അറിയില്ല. ചിലപ്പോൾ ചെറിയ ജോയിന്റ്സിലാവാം, കയ്യിൻ്റെ ഇടക്ക്, കാലിൻ്റെ ഇടക്ക്, 2 കാലിൻ്റെ ഇടയിൽ വേദന, മുട്ടില്, നടുവേദന, പെരടിയില്, അത് ചിലപ്പോൾ തലവേദന ആയിട്ട് വരെ വരും. അതുപോലെ ഒരു കുളിര്, ഇതെല്ലാം സാധാരണ നീർക്കെട്ടും വാദമുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം. മൊത്തത്തിൽ അവർക്ക് എണീറ്റ് നിൽക്കാൻ പറ്റൂല. ഒരു ചൂടുള്ള കാലം അല്ലെങ്കിൽ ചൂട് സമയം ഒക്കെ ആകുമ്പോൾ അവരൊന്നുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കും. തണുപ്പ്, മഴ അതൊക്കെ ആകുമ്പോൾ പതി ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങോട്ട് കിടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ വാദത്തിൽ ഉണ്ടാവുന്നത്. ഈ വാദരോഗം പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും? ഒരിക്കലും മാറ്റാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നമുക്ക് ആദ്യഘട്ടത്തിൽ അസുഖം കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് മൂക്കാൻ നിൽക്കണ്ട. അതായത് നമ്മൾ മരുന്ന് കഴിച്ച് ശ്രദ്ധിച്ചില്ല, അത് പോട്ടെ, എന്തെങ്കിലും ഒരു ഓയിൽ തേക്കുക, അതിലങ്ങനെ മൂപ്പിച്ച് കൊണ്ടുപോയിട്ട് പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് മാറ്റാം. ഇത് അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയില്ല. നമുക്കിത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. അണുബാധ കുറക്കാം, നല്ല സ്ട്രെങ്ത് ഉണ്ടാക്കി കൊടുക്കാം, വേദനകൾ കുറച്ച് കൊടുക്കാം, നീർക്കെട്ട് കുറക്കാം. അങ്ങനെ ഇതിനെ മാനേജ് ചെയ്ത് പോവാനേ പറ്റുള്ളൂ. വാദം ഒരിക്കലും പൂർണ്ണമായിട്ട് മാറിപ്പോവില്ല. ഡോക്ടറെ, ഈ വാദരോഗം പരിപൂർണമായിട്ട് മാറില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു വാദരോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം അവരുടെ ജീവിതശൈലി അങ്ങ് മാറ്റുക. അവർ ഇരുത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ നടത്തുള്ള ആളുകളാണെങ്കിൽ, പൊണ്ണത്തടിയുള്ള ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ച് 40 വയസ്സിന് മേലുള്ള ആളുകളാണെങ്കിൽ ആദ്യം തന്നെ അവരുടെ ഹെൽത്ത് ചാർട്ട് ഒന്ന് ചേഞ്ച് ചെയ്യുക. അത് തന്നെ ഒരു 90% അവർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരും. ഇരുത്തത്തിൽ, അതായത് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക, നടത്തം, വ്യായാമം സ്ഥിരമാക്കുക. കൂടുതലായിട്ട് പ്രതിരോധ ശേഷിയാണല്ലോ ഇല്ലാത്തത്. നമ്മളെ ശരീരത്തിൽ നിന്ന് പ്രതിരോധം കൊടുക്കേണ്ട സാധനമാണ് പ്രതിരോധം കൊടുക്കാതിരിക്കുന്നത്. അപ്പോൾ മൂപ്പര് ഒന്നുകൂടി സ്ട്രെങ്ത് ആക്കുക. അതിന് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഈ ആയുർവേദത്തിലൊക്കെ പറയുന്ന പോലെ ഉലുവ നമുക്ക് ഉപയോഗിക്കാം, ഇഞ്ചി ഉപയോഗിക്കാം, മഞ്ഞൾ, തുളസിയുടെ ഇല, ഇതൊക്കെ എല്ലാം കൂടി ഉപയോഗിക്കണം എന്നല്ല. ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മളുടെ ഭക്ഷണത്തിൽ, ഫുഡിലൊക്കെ ഉൾപ്പെടുത്തി പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പ്രതിരോധം കൊണ്ടുവരിക. പിന്നെ നമുക്ക് മൈൽഡായിട്ട് പല ഡോക്ടേഴ്സും ഇതിന് എന്തായാലും പെയിൻ കില്ലർ കൊടുക്കില്ല. അത്രയും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ മാത്രമാണ് കൊടുക്കുക. അപ്പൊ പൊതുവേ നമ്മൾ ഇതിന്റെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അണുബാധ കുറക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുക. അപ്പൊ അതിന് നമുക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥയിൽ നമുക്ക് മെഡിസിൻസിനെ ഡിപ്പെൻഡ് ചെയ്യാം. അതല്ലാത്ത അവസ്ഥകളിൽ നമ്മൾ കൃത്യമായിട്ടൊരു ഡയറ്റ് പ്ലാൻ റെഡി ചെയ്ത് ഒരു 20 മിനിറ്റ് എക്സസൈസ് ചെയ്ത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്ത് അത് ഇരുത്തത്തിലും കിടത്തത്തിലും നടത്തത്തിലും ഒക്കെ മാറ്റിയെടുക്കുകയാണെങ്കിൽ ഒരു 90% നമുക്ക് ഇതിങ്ങനെ ഒരു പരിധിയിൽ വരെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഈ വാതരോഗം കൂടുതലായിട്ട് വരുന്നത് മഴക്കാലത്താണോ, അല്ലെങ്കിൽ മറ്റു സമയത്ത് വാതരോഗങ്ങളുടെ ശല്യം കൂടുതൽ ഉണ്ടാവില്ലേ? വാതരോഗം എപ്പോഴും ഒരാളുടെ ശരീരത്തിൽ വന്നാലും ഉണ്ടാകും. അതിന്റെ ഒരു ഇന്റൻസിറ്റി കൂടുക. അപ്പൊ മഴക്കാലം വരുമ്പോൾ കുറച്ച് അസുഖങ്ങൾ വരുമല്ലോ, അത് പ്രതിരോധ ശേഷി കുറയുമ്പോഴാണ്. മഴക്കാലത്ത് നമ്മളെ തടി ഒന്ന് വീക്ക് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ കറക്റ്റ് നമ്മളത് ഫോളോ അപ്പ് അല്ലെങ്കിൽ നല്ലൊരു ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇതങ്ങ്
ഉയർന്നു വരും. ഓക്കെ അതിപ്പോൾ ചൂടാകുന്ന സമയത്ത് അത് ഉള്ള ആളുകൾക്കാണെങ്കിൽ ഒന്ന് വെയിൽ ചൂടാകുമ്പോൾ വാദക്കാർക്ക് വളരെ കുറച്ച് പൊതുവെ ഒരു ഇതായിരിക്കും, ഒരു ആശ്വാസം ആശ്വാസമായിരിക്കും. ഈ രാവിലെയും വൈകുന്നേരം ആയിരിക്കും അവർക്ക് ബുദ്ധിമുട്ട് വരിക. അപ്പൊ ആ സമയം അവർ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് മാത്രമേ നമുക്കിതിൽ പറയാൻ പറയാനുള്ളൂ അല്ലേ? ഡോക്ടർ, ഈ വാതരോഗം എന്നുള്ളത് പണ്ട് കാലത്തൊക്കെ പ്രായമായിട്ടുള്ളവർക്ക് മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമായിരുന്നു. ഇന്ന് അത് ചെറിയ കുട്ടികളിലും അതേപോലെ ചെറുപ്പക്കാരിലും ഒക്കെ വാദം കണ്ടുവരുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്? അതുപോലെ തന്നെ ഈ വാതരോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വല്ല കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? മെയിൻ കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതശൈലി തന്നെയാണ്. അപ്പോൾ അതെല്ലാവർക്കും ഇപ്പോൾ മാറ്റണം എന്നില്ല. ഒരു പക്ഷേ നമ്മളൊരു 5 വർഷം കഴിയുമ്പോൾ ഇനിയും വാതരോഗികളുടെ ഇത് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആദ്യം ഈ 40 വയസ്സിന് താഴെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പൊണ്ണത്തടി കുറക്കുക എന്നുള്ളതാണ്. ഇപ്പൊ 40 വയസ്സിന് മേലുള്ളവരാണെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പൊ നമ്മൾ ഈ 40 വയസ്സിന് താഴെയാണെങ്കിലും മേലെയാണെങ്കിലും ആദ്യം നമ്മളുടെ വെയിറ്റ് ആൻഡ് ഹൈറ്റിലോട്ടുള്ള ഒരു മാനേജ്മെന്റ് വരുത്തുക, BMI നമ്മൾ നിലനിർത്തുക, അത് ഹെൽത്തി ആയിട്ടിരിക്കുക. നമ്മളുടെ ബോൺസുകൾ നശിച്ചു പോകുന്ന, ഉദാഹരണമായിട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഷുഗർ, അതിന്റെ കണ്ടന്റ് കുറക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളുടെ അളവും കുറക്കുക. അതൊന്നും ഇപ്പൊ എല്ലാവർക്കും കുറക്കാൻ പറ്റണമെന്നില്ല, മാക്സിമം നമ്മൾ അങ്ങനെ ചെയ്യാം. പിന്നെ കൂടുതൽ അവക്കാഡോ പോലെയുള്ള ഫ്രൂട്ട്സുകൾ, നമ്മള് മുന്തിരി, അവക്കാഡോ ഇതൊക്കെ ധാരാളം കഴിക്കുക. പിന്നെ കോഫി, ആൽക്കഹോൾ, ഇത് സ്മോക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നോർമലി നമ്മൾ എല്ലാത്തിലും പറയുന്നതാണ്. പ്രത്യേകിച്ച് കോഫി, ആൽക്കഹോൾ ഇതൊക്കെ പരമാവധി കുറക്കുക. ഇതാണ് ഉള്ള ആളുകളിൽ ചെയ്യുക. പിന്നീട് നമ്മളുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞല്ലോ, മഞ്ഞൾ, ഇഞ്ചി, ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് ഒരു പ്രതിരോധ ശേഷി വരുത്തുക. പിന്നെ നമ്മൾ കൂടുതൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു റീസൺ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റിലോട്ട് പോവുക. അല്ലെങ്കിൽ പ്രായം കുറയുന്നതിനനുസരിച്ച് എപ്പോൾ കണ്ടാലും അപ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അത്തരം ആളുകൾക്കും ഇത് പിന്നീട് അങ്ങനെ നമുക്കൊരു കൺട്രോളിൽ വരുത്താൻ സാധിക്കും. അപ്പോൾ ഡോക്ടറെ, താങ്ക് യു വെരി മച്ച്. എൻ്റെ പേരിലും അതേപോലെ US മോയിനുവിൻ്റെ പ്രേക്ഷകരുടെ പേരിലും ഒരുപാട് നന്ദി പറയണത്. ഇവരെ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇവർക്ക് യാതൊരു ഇമ്മ്യൂണിറ്റി, ഒരു പ്രശ്നവും കാര്യങ്ങളും ഒന്നുമില്ല അല്ലേ? അതെന്താണ് ഡോക്ടർ? നാച്ചുറൽ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നാച്ചുറൽ പവർ കിട്ടും. നമ്മൾ വീട്ടിലെടുത്ത് ബ്രോയിലർ ചിക്കൻ പോലെ വളർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങൾ വരും. യാതൊരു കുഴപ്പമില്ല. ഇതേമാതിരി മക്കളെ അങ്ങോട്ട് ഫ്രീ ആയി വിട്ടാൽ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ചെങ്ങന്മാരെ, നമ്മുടെ ഹസീന ഡോക്ടറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. US മോയിനുവിലെ ഒരുപാട് നല്ല വീഡിയോകളും നല്ല ടിപ്സും തന്ന് വൈറലായിട്ടുള്ള ഡോക്ടറാണ്. ഡോക്ടറിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷുഗർ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഒരുപാട് പേര് ഫോളോ ചെയ്യേണ്ട, അത് ഇന്നും ഞാനൊഴികെ അല്ലേ? അപ്പോൾ ഡോക്ടർ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടുള്ള ബാസിൽ ഹോമിയോ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വാതരോഗമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ തന്നിട്ടുള്ള ഒരുപാട് അഡ്വൈസിന് ഒരുപാട് നന്ദി. അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, എത്തേണ്ടവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്ത ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള അതേപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ.